നമസ്കാരം STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. തൃശൂർ വേലൂരിൽ ജ്വല്ലറിയിൽ മോഷണം. സ്വർണ്ണമാല വാങ്ങാനെന്ന വ്യാജേന എത്തിയ യുവാവ് 3 പവന്റെ മാല കഴുത്തിലിട്ട് ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങിയോടി. CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി എരുമപ്പെട്ടി പോലീസ്. വേലൂർ കീഴ്ത്തണ്ടിലത്ത് MDMAയുമായി 2 പേർ അറസ്റ്റിൽ. ഗണേശോത്സവം സമൂഹ ഭക്തിപൂർവ്വം ഏറ്റെടുത്തു തുടങ്ങിയെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. ഗണപതി ഭഗവാന്റെ സന്ദേശം സമഭാവന. ഭക്തിയുടെ നിറവിൽ കുളപ്പുള്ളിയിൽ ഗണേശ ഘോഷയാത്രയും പൊതുസമ്മേളനവും. ഷൊർണൂരിൽ കുടുംബശ്രീ ഓണം വിപണനമേള തുടങ്ങി. പ്രദർശന വിപണന മേളയ്ക്കൊപ്പം നിത്യേന കലാപരിപാടികളും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഗൃഹസന്ദർശന പരിപാടിക്ക് തുടക്കം. വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ എല്ലാ വീടുകളിലും എത്തും. ഗൃഹസന്ദർശനം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിന്റെ ഭാഗമായി. ആഘോഷ നിറവോടെ വിദ്യാലയങ്ങൾ. വർണ്ണാഭമായ ആഘോഷത്തോടെ വിദ്യാർത്ഥികൾ ഓണം അവധിയിലേക്ക്. ഓണസദ്യയ്ക്കൊപ്പം പുതുമയും പഴമയും സമ്മേളിച്ച ആഘോഷ പരിപാടികൾ കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തൃശൂർ വേലൂരിൽ ജ്വല്ലറിയിൽ മോഷണം. സ്വർണ്ണമാല വാങ്ങാൻ എന്ന വ്യാജേന എത്തിയ യുവാവ് 3 പവന്റെ മാല കഴുത്തിലിട്ട് ജ്വല്ലറിയിൽ നിന്നും ഇറങ്ങിയോടി. ഉടമ പിറകെ ഓടിയെങ്കിലും പിടികൂടാനായില്ല. വേലൂർ സ്വദേശി ഫ്രാൻസിയുടെ ഉടമസ്ഥതയിലുള്ള ജോസൺസ് ഫാഷൻ ജ്വല്ലറിയിൽ ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. വേലൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രവർത്തിക്കുന്ന ജ്വല്ലറിയിൽ സ്വർണ്ണാഭരണം എടുക്കുവാനെന്ന വ്യാജേന യുവാവ് മാസ്ക് ധരിച്ചെത്തി. തുടർന്ന് 3 പവന്റെ താലിമാല ആവശ്യപ്പെടുകയും മാല നൽകിയപ്പോൾ അത് കഴുത്തിലിട്ട് ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങിയോടുകയുമായിരുന്നു. ജ്വല്ലറി ഉടമ പിറകെ ഓടിയെങ്കിലും ഇയാൾ കുറച്ചകലെ നിർത്തിയിരുന്ന മറ്റൊരാളുടെ ബൈക്കിന് പുറകിൽ കയറി രക്ഷപ്പെട്ടു. ബൈക്ക് ഓടിച്ചിരുന്ന ആൾ ഉൾപ്പെടെ 2 പേരാണ് മോഷ്ടാക്കൾ. എരുമപ്പെട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വേലൂർ കീഴ്ത്തണ്ടിലത്ത് MDMAയുമായി 2 പേർ പോലീസിന്റെ പിടിയിൽ. തലക്കോട്ടുകര സ്വദേശി 22 വയസ്സുള്ള നാസിൽ, കുന്നംകുളം വെസ്റ്റ് മങ്ങാട് സ്വദേശി 32 വയസ്സുള്ള പ്രജീഷ് എന്നിവരെയാണ് തൃശൂർ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. 40 ഗ്രാം MDMAയാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. കീഴ്ത്തണ്ടിലത്തുള്ള വാടക വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. മയക്കുമരുന്ന് കച്ചവടമുണ്ടെന്നുള്ള രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികളായ 22 വയസ്സുള്ള തലക്കോട്ടുകര സ്വദേശി നാസിൽ, കുന്നംകുളം വെസ്റ്റ് മങ്ങാട് സ്വദേശി 32 വയസ്സുള്ള പ്രജീഷ് എന്നിവർ നിരീക്ഷണത്തിലായിരുന്നു. കഴിഞ്ഞ രാത്രി 11 മണിയോടെ പോലീസ് കീഴ്ത്തണ്ടിലത്തുള്ള വീട്ടിൽ മിന്നൽ പരിശോധന നടത്തി. മയക്കുമരുന്നുമായി പിടിയിലായ പ്രതികളെ പിന്നീട് എരുമപ്പെട്ടി പോലീസിന് കൈമാറി. വിദേശത്തായിരുന്ന നാസിൽ 2 മാസം മുമ്പാണ് നാട്ടിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. KPCC നിർദ്ദേശപ്രകാരമുള്ള കോൺഗ്രസ് വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള ഗൃഹസമ്പർക്ക പരിപാടിക്ക് ഓങ്ങല്ലൂരിലെ കാരക്കാട് 12ാം വാർഡിൽ നിന്നും തുടക്കം കുറിച്ചു. വാരണാസി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P. രൂപേഷ് ഉദ്ഘാടനം ചെയ്തു. KPCC നിർദ്ദേശപ്രകാരമാണ് കോൺഗ്രസ് ഗൃഹസമ്പർക്ക പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഓങ്ങല്ലൂരിൽ കോൺഗ്രസ് വാർഡ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലുള്ള ഗൃഹസമ്പർക്ക പരിപാടിക്ക് വെള്ളിയാഴ്ച കാരക്കാട് 12ാം വാർഡിൽ തുടക്കം കുറിച്ചു. വാർഡിലെ മുതിർന്ന കോൺഗ്രസുകാരനായ മീതുട്ടിക്ക് നോട്ടീസ് നൽകി സംഭാവന സ്വീകരിച്ച് വാടനാംകുറിശി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P. രൂപേഷ് ഗൃഹസമ്പർക്ക പരിപാടി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് പട്ടാമ്പി നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് ഷാഫി കാരക്കാട്, ബൂത്ത് പ്രസിഡന്റും മണ്ഡലം സെക്രട്ടറിയുമായ സലീം തിയാട്ടിൽ, മണ്ഡലം വൈസ് പ്രസിഡന്റ് ബഷീർ, K. സലീം, താഹിർ, മാനു, V. അലി, ഷൗക്കത്ത്, TV ഷാഫി, മൻസൂർ, അബ്ദുലു എന്നിവർ ഗൃഹസമ്പർക്ക പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പൂവിളിയുമായി ഓണം തിമിർത്ത് ആഘോഷിച്ച വിദ്യാർത്ഥികൾ. ഷൊർണൂർ ഗണേശഗിരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരിപാടികളോടുകൂടിയായിരുന്നു ആഘോഷം. വിദ്യാർത്ഥികൾ, അധ്യാപകർ, PT അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ആർപ്പുവിളികളും പാട്ടും കളിയുമായി ഓണാഘോഷം തിമിർത്ത് വിദ്യാർത്ഥികൾ. ഷൊർണൂർ ഗണേശഗിരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ ഇന പരിപാടികളോടുകൂടിയായിരുന്നു ഓണാഘോഷം. തിരുവാതിരക്കളി, കസേരക്കളി, നാരങ്ങ സ്പൂൺ, പൂക്കള മത്സരം, പഞ്ചഗുസ്തി മത്സരം, വടംവലി മത്സരം തുടങ്ങിയ ഇന മത്സരങ്ങൾ ആവേശമായി. വിദ്യാർത്ഥികൾക്ക് പുറമെ അധ്യാപകരും
മത്സരങ്ങളിൽ പങ്കെടുത്തതോടെ ഓണാഘോഷം ഏറെ ആവേശമായി. വടംവലി മത്സരം PTA പ്രസിഡന്റ് മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നേരത്തെ ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം സ്കൂൾ ഹെഡ്മിസ്ട്രസ് ലക്ഷ്മിക്കുട്ടി നിർവഹിച്ചു. ഗിരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓണാഘോഷ പരിപാടികൾ അതിവിപുലമായ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിൽ ഊഞ്ഞാൽ ആദ്യമായിട്ട് ഇന്നലെ തന്നെ ഊഞ്ഞാൽ കെട്ടി കുട്ടികൾക്ക് ആഘോഷിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തു. അതുപോലെ തന്നെ വടംവലി, പൂക്കള മത്സരം, ഓണസദ്യ, ഇങ്ങനെ ഒരുപാട് കളികൾ കുട്ടികൾക്ക് ആഘോഷമാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കളികൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാത്തിലും കുട്ടികൾ വളരെ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ. സീനിയർ അസിസ്റ്റന്റ് പ്രശാന്ത്, സ്റ്റാഫ് സെക്രട്ടറി K. മധു തുടങ്ങിയവർ ഓണാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വിപുലമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. ഓണാഘോഷത്തിൽ വിദ്യാർത്ഥികൾക്ക് പുറമെ അധ്യാപകരും PTA ഭാരവാഹികളും പങ്കെടുത്തതോടെ ഇത്തവണത്തെ ഓണാഘോഷം കളറായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഗണേശോത്സവങ്ങൾക്ക് സാമൂഹ്യ സ്വഭാവം കൈവന്നിരിക്കുന്നു എന്നുള്ളതാണ് വർത്തമാന കാലഘട്ടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയെന്ന് BJP സംസ്ഥാന സെക്രട്ടറി MT രമേശ്. സമഭാവനയാണ് ഗണപതി ഭഗവാന്റെ സന്ദേശമെന്നും അദ്ദേഹം പറഞ്ഞു. ഗണേശോത്സവത്തിൻ്റെ ഭാഗമായി കുളപ്പുള്ളിയിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MT രമേശ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഗണേശോത്സവത്തിന് ഒരു സാമൂഹ്യ സ്വഭാവം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കേവലം ഒരു ഭക്തിയുടെ അന്തരീക്ഷത്തിൽ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ ദേശസ്നേഹവും ദേശാഭിമാനവും ആത്മവിശ്വാസവും ഒക്കെ പകർന്നു നൽകാൻ സാധിക്കുന്ന വിപുലമായ തോതിൽ എല്ലാ വിഭാഗങ്ങളെയും അണിനിരത്തിക്കൊണ്ട് സാമൂഹ്യ സമരസതയുടെയും സമഭാവനയുടെയും ഒരു വലിയ സന്ദേശവും ആശയവും എല്ലാവരിലും പകർന്നു കൊടുക്കാൻ സാധിക്കുന്ന രീതിയിൽ ഗണേശോത്സവത്തിന് ഒരു സാമൂഹ്യ സ്വഭാവം കൈവന്നിരിക്കുന്നു എന്നുള്ളതാണ് വർത്തമാനകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഗണേശോത്സവം നമ്മുടെ നാട്ടിൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ആരംഭിച്ചിട്ടുള്ളതാണ്. ഷൊർണൂർ ഗണേശോത്സവ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഗണേശോത്സവത്തിൻ്റെ ഭാഗമായി കുളപ്പുള്ളിയിൽ പൊതുസമ്മേളനം സംഘടിപ്പിച്ചത്. N. മണികണ്ഠൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി. യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അദീന ഭാരതി ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്നു. സ്വാമിനാഥൻ മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. P. വേണുഗോപാൽ, രാജീവ്, R. രഞ്ജിത്ത്, നന്ദകുമാർ, പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നഗരവിദ്യയെ ധന്യമാക്കി നിമഞ്ജന മഹാഘോഷയാത്ര കുളപ്പുള്ളിയിൽ നിന്നും ആരംഭിച്ചു. വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ഘോഷയാത്ര രാത്രിയിൽ ഭാരതപ്പുഴയിൽ സംഗമിച്ചു. പിന്നീട് ഗണപതി വിഗ്രഹങ്ങൾ ഭാരതപ്പുഴയിൽ നിമജ്ജനം ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ പോക്കുപടിയിൽ വാഹനാപകടം. പെരിന്തൽമണ്ണ ചെറുകര സ്വദേശികൾ സഞ്ചരിച്ച കാറും ടോറസ് ലോറിയും തമ്മിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. ഗുരുതര പരിക്കേറ്റ കാർ യാത്രക്കാരെ ആദ്യം പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. കാർ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. പട്ടാമ്പി പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഷൊർണൂർ നഗരസഭ കുടുംബശ്രീ ഓണം വിപണന മേള തുടങ്ങി. P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ ടൗണിലാണ് നഗരസഭാ കുടുംബശ്രീയുടെ ഓണം വിപണന മേളയ്ക്ക് വെള്ളിയാഴ്ച തുടക്കം കുറിച്ചത്. P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. വളരെ സമ്പൽ സമൃദ്ധമായ വിധത്തിൽ ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം കേരളത്തിലാകെ വിവിധങ്ങളായിട്ടുള്ള ഏജൻസികൾ മുഖേന, ഡിപ്പാർട്ട്മെൻറ്റുകൾ മുഖേന, തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന, കുടുംബശ്രീ മുഖേന, സർവീസ് സഹകരണ ബാങ്കുകൾ മുഖേന, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ മുഖേന സംഘടിപ്പിച്ചു വരികയാണ്. മഹാബലിയുടെ കാലഘട്ടത്തെ സംബന്ധിച്ച് അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നതെങ്കിലും
മഹാബലി ഭരണം നടത്തിയിരുന്ന കാലത്ത് ആ കാലഘട്ടത്തേക്കാൾ കൂടുതൽ സമ്പൽ സമൃദ്ധമായ വിധത്തിൽ എല്ലാവർക്കും ഓണം ആഘോഷിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുടുംബശ്രീ സംവിധാനവും. ആദ്യ വിൽപ്പനയും MLA നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P സിന്ധു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ K ലക്ഷ്മണൻ, K കൃഷ്ണകുമാർ, SG മുകുന്ദൻ, നഗരസഭാ സെക്രട്ടറി PS രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. CDS ചെയർപേഴ്സൺ സിന്ധു സ്വാഗതവും മാലിനി നന്ദിയും പറഞ്ഞു. വിവിധ കുടുംബശ്രീ യൂണിറ്റുകളുടെ ഉൽപ്പന്നങ്ങളാണ് മേളയിൽ വിപണനത്തിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. വസ്ത്രങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയവ വിവിധ സ്റ്റാളുകളിലായി സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രദർശന വിപണന മേളയ്ക്കൊപ്പം ദിവസവും കലാപരിപാടികളും ഉണ്ടാകും. സെപ്റ്റംബർ 4 വരെയാണ് മേള. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കിടപ്പിലായ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കൊപ്പം ഷൊർണൂർ BRCയുടെയും കാരക്കാട് ALP സ്കൂളിൻ്റെയും ഓണാഘോഷം. ചാരെ എന്ന പേരിൽ കിടപ്പിലായ കുട്ടികളുടെ വീടുകളിലെത്തിയായിരുന്നു ആഘോഷം. കിടപ്പിലായ കുട്ടികളോടൊപ്പം ചാര എന്ന പേരിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഓണക്കോടികളും ഓണസമ്മാനങ്ങളുമായി അധ്യാപകരും വിദ്യാർത്ഥികളും വീടുകളിലെത്തി. ശാരീരികമായ പരിമിതികൾ മൂലം വിദ്യാലയത്തിൽ എത്തിപ്പെടാൻ കഴിയാത്ത ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ വീടുകളിലാണ് സഹപാഠികളും അധ്യാപകരും ഓണച്ചങ്ങാതികളായി എത്തിയത്. മാവേലിയും ഓണപ്പാട്ടുകളും മധുരവുമായി വിദ്യാലയം വീടുകളിൽ എത്തിയപ്പോൾ ആ കുരുന്നുകളുടെ കണ്ണുകളിൽ സന്തോഷത്തിൻ്റെയും ഒരുമയുടെയും ഓണപ്പൂക്കളം കാണാമായിരുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പദ്ധതിയുടെ ഭാഗമായാണ് ചാരെ സംഘടിപ്പിച്ചത്. എല്ലാ ആഘോഷങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നതോടൊപ്പം ഇതിൽ നേരിട്ട് പങ്കെടുക്കാനാകാത്തവരെ കൂടി ചേർത്ത് പിടിക്കുമ്പോഴാണ് ചാരെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതും അവരുടെ അരികിലെത്തി അവരോടൊപ്പം ഒരു ഓണം എന്ന ലക്ഷ്യവും കൈവരിക്കുന്നതും. BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ V പ്രസീത, സ്കൂൾ പ്രധാനാധ്യാപകൻ VA വൈശാഖ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേളശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് രോഗികൾക്കായി ഓണാഘോഷം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സുനിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജനുവരി 15 പാലിയേറ്റീവ് ഡേ എന്തൊക്കെയറിയാം. 4 വർഷക്കാലമായി ടൂറിന്റെ ഒട്ടനവധി ആൾക്കാർ ഒരു ചെറിയ പ്രശ്നങ്ങളോട് വരാൻ പറ്റിയില്ല, കൃഷ്ണകുമാരിക്ക് എത്താൻ പറ്റിയില്ല. അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ അവരെയൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് പഞ്ചായത്ത്. അപ്പോൾ അവർക്ക് അവർ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ പറ്റില്ല. കുറേ പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ പറ്റുന്നാലും ഇത്രയും പേര് നമുക്ക് സന്തോഷമുണ്ട്. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ OK രാമചന്ദ്രൻ, B ഷാജിദ, ബ്ലോക്ക് മെമ്പർമാരായ നന്ദിനി, A രജനി, ഡോക്ടർ ലത, ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ്, പഞ്ചായത്ത് അംഗം KA ബാലസുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമാ മുരളി സ്വാഗതവും T സഞ്ജന നന്ദിയും പറഞ്ഞു. 100 പേർക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു. ഓണസദ്യയും ഒരുക്കിയിരുന്നു. പാലിയേറ്റീവ് അംഗങ്ങളുടെ കലാപരിപാടികളുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ വേലൂരിൽ ജ്വല്ലറിയിൽ മോഷണം. സ്വർണ്ണമാല വാങ്ങാനെന്ന വ്യാജേന എത്തിയ യുവാവ് 3 പവന്റെ മാല കഴുത്തിലിട്ട് ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങിയോടി. CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി എരുമപ്പെട്ടി പോലീസ്. വേലൂർ കീഴ്ത്തണ്ടിലത്ത് MDMAയുമായി 2 പേർ അറസ്റ്റിൽ. ഗണേശോത്സവം സമൂഹ ഭക്തിപൂർവ്വം ഏറ്റെടുത്തു തുടങ്ങിയെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്.
ഗണപതി ഭഗവാന്റെ സന്ദേശം സമഭാവന. ഭക്തിയുടെ നിറവിൽ കുളപ്പുള്ളിയിൽ ഗണേശ ഘോഷയാത്രയും പൊതുസമ്മേളനവും. ഷൊർണൂരിൽ കുടുംബശ്രീ ഓണം വിപണനമേള തുടങ്ങി. പ്രദർശന വിപണന മേളയ്ക്കൊപ്പം നിത്യേന കലാപരിപാടികളും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഗൃഹസന്ദർശന പരിപാടിക്ക് തുടക്കം. വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ എല്ലാ വീടുകളിലും എത്തും. ഗൃഹസന്ദർശനം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിന്റെ ഭാഗമായി. ആഘോഷ നിറവോടെ വിദ്യാലയങ്ങൾ. വർണ്ണാഭമായ ആഘോഷത്തോടെ വിദ്യാർത്ഥികൾ ഓണം അവധിയിലേക്ക്. ഓണസദ്യയ്ക്കൊപ്പം പുതുമയും പഴമയും സമ്മേളിച്ച ആഘോഷ പരിപാടികൾ കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.